നെഹ്റു ട്രോഫി ജലോത്സവം നടത്തണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. ബേപ്പൂർ ഫെസ്റ്റ് നടത്താൻ സർക്കാർ തയ്യാറാകുമ്പോൾ നെഹ്റു ട്രോഫി നടത്താതിരിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വള്ളംകളി എന്ന് പറയുന്നത് കുട്ടനാട്ടുകാരുടെയും ആലപ്പുഴയിലെ ജനങ്ങളുടെയും വലിയൊരു വികാരമാണ്. അത് എല്ലാ വർഷവും ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏതൊക്കെ തരത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിലും ആ വള്ളംകളി പ്രതീകാത്മകമായിട്ട് പോലും നടത്തുന്ന സാഹചര്യമാണ് കുട്ടനാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ ഏറ്റവും വലിയ ദേശീയോത്സവമായ നെഹ്റു ട്രോഫി ജലോത്സവം അത് തീർച്ചയായും നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിനിടയിൽ ബേപ്പൂർ ഫെസ്റ്റ് എന്ന പേരിൽ ആ ഉത്സവം നടത്താൻ, ആഘോഷം നടത്താൻ സംസ്ഥാന ഗവൺമെൻറ് 2.5 കോടി രൂപ അനുവദിച്ച് ആ ആഘോഷവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. വയനാടിന് തൊട്ടടുത്ത് കിടക്കുന്ന കോഴിക്കോട് ബേപ്പൂർ ഫെസ്റ്റ് നടത്തുവാൻ യാതൊരു കുഴപ്പമില്ല. വയനാട്ടിൽ നിന്ന് എത്രയോ അകലെയുള്ള ആലപ്പുഴയിൽ നടക്കുന്ന നെഹ്റു ട്രോഫി മത്സരം വേണ്ട എന്ന് പറയുന്നതിനകത്ത് യാതൊരു യുക്തിയുമില്ല, അതിന് യാതൊരു ന്യായീകരണവുമില്ല. അതുകൊണ്ട് വള്ളംകളി പ്രേമികൾ, ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകരുള്ള വള്ളംകളി നടന്നേ മതിയാവും. മാത്രവുമല്ല, വള്ളംകളിയിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാസങ്ങൾക്ക് മുന്നേ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി വിവിധങ്ങളായ ചുണ്ടൻ വള്ളങ്ങളും ചെറുവള്ളങ്ങളും ഒക്കെ തന്നെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു തയ്യാറെടുപ്പിലേക്ക് വന്നിരിക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവം വേണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ അത് നടത്തേണ്ടെന്ന് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത് അത് പുനഃപരിശോധിക്കണം എന്നാണ് മാവേലിക്കര MP എന്ന നിലയിൽ, കുട്ടനാട് ഉൾപ്പെടുന്ന മാവേലിക്കര നിയോജകമണ്ഡലത്തിലെ ലോക്സഭാ അംഗം എന്ന നിലയിൽ ലക്ഷക്കണക്കിന് വരുന്ന വള്ളംകളി പ്രേമികൾക്ക് വേണ്ടി, വള്ളംകളി ആസ്വദിക്കുന്ന വള്ളംകളി ആസ്വാദകരായ ആളുകൾക്ക് വേണ്ടി ഞാൻ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണ്.